യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും നല്ലൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും തൻ്റെ സ്നേഹം കൊണ്ട് പൊതിയുകയും തൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുകയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം തിരുവചനം. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. സുവിശേഷ ദൗത്യത്തിനായിട്ട് തൻ്റെ സ്നേഹം ലോകം മുഴുവനും അറിയിക്കുവാനായിട്ട് ദൈവം ലോകം മുഴുവനും നോക്കിക്കൊണ്ടിരിക്കുക, ആരെയാണ് അയക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട്. ആര് എനിക്ക് വേണ്ടി പോകും എന്ന് ദൈവം എപ്പോഴും ആലോചിക്കുന്നു. ആ ദൈവവിളി മനസ്സിലാക്കുമ്പോൾ നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചാൽ ദൈവത്തിന് വേണ്ടി സുവിശേഷ വേലയ്ക്കായി പോകുവാൻ തയ്യാറാകുക. ദൈവം നിങ്ങളെ പരിപാലിക്കുകയും ദൈവത്തിൻ്റെ തണലിൽ നിങ്ങൾ കഴിയുകയും ചെയ്യും. എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് പറയേണ്ടതെന്നും കർത്താവ് നിങ്ങൾക്ക് കാണിച്ചു തരികയും പറഞ്ഞു തരികയും ചെയ്യും. ഒരു ഉപകരണമായി ദൈവം നടത്തുന്നത് പോലെ നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുത്താൽ മാത്രം മതി. ഈ നോമ്പുകാലത്ത് ദൈവം നമ്മളെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ടോ എന്ന് കാതോർത്തിരിക്കാം. ദൈവത്തിൻ്റെ ഏത് ദൗത്യത്തിനായിട്ടും ഒരുങ്ങുവാൻ നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് നിൽക്കാം. ദൈവം ആവശ്യപ്പെടുന്ന എന്തും ചെയ്യുവാൻ തയ്യാറായി നിൽക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ദർശനങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അനുഗ്രഹങ്ങളിലൂടെയും അവരെയെല്ലാം ദൈവം തൻ്റേതാക്കി മാറ്റട്ടെ. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളുടെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ദൈവപരിപാലനെ സംരക്ഷിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രത്തലവന്മാരെ ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നു. വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുവാൻ, അല്പം താന്നു കൊടുക്കുവാൻ, ലോകസമാധാനം നടത്തുവാൻ ദൈവം അവരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി
ദൈവത്തിന് മുമ്പിൽ ഒരു നിമിഷം നമുക്ക് മുട്ടുമടക്കാം. യുദ്ധം ലോകം മുഴുവനും പടർന്നു പിടിക്കാതിരിക്കാൻ, ഏതാനും ദിവസങ്ങൾക്കകം എല്ലാം ശാന്തമാകുവാൻ കർത്താവ് ഇടപെടുന്നതിനായിട്ട് ദൈവത്തിന് നന്ദി പറയും. സ്നേഹനിധിയായ സമാധാനപ്രിയനായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് ഈ നിമിഷം തരുന്നു. ഈ ലോകത്തിന് മൊത്തം നൽകുന്നു. ക്രിസ്തുവിൻ്റെ കരുണ ഈ ലോകത്തിലേക്ക് ഈ നിമിഷം ഒഴുകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.